നമുക്ക് ഒരുപാട് സംവിധായകരുണ്ട്, ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകർ, ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയ സംവിധായകർ. എന്നാൽ ഒരു സംവിധായകൻ, ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്നത് തൻ്റെ സിനിമയിൽ അയാൾ തൻ്റേതായ ഒരു കയ്യൊപ്പ് ചാർത്തുമ്പോഴാണ്. അയാളുടെ സിനിമ മറ്റു സിനിമകളിൽ നിന്ന് മാത്രമല്ല, അയാളുടെ സിനിമകളിൽ നിന്ന് പോലും തന്നെ വ്യത്യസ്തമായിരിക്കും. സിനിമാ നിർമ്മാണത്തിൻ്റെ എല്ലാ മേഖലകളിലും അയാളുടെ സാന്നിധ്യമുണ്ടായിരിക്കും. അങ്ങനെ തൻ്റെ ഓരോ സിനിമകളിലും തൻ്റേതായ സിഗ്നേച്ചർ പതിപ്പിക്കുന്ന സംവിധായകനെയാണ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഫെല്ലിനിയെ പോലെ, മാർട്ടിൻ സ്കോർസെസിയെ പോലെ, സ്പിൽബർഗിനെ പോലെ, പെഡ്രോ അൽമഡോവറിനെ പോലെയൊക്കെയുള്ള സംവിധായകർ ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ് ആയിട്ടാണ് ചലച്ചിത്ര ലോകം കാണുന്നത്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ തൻ്റേതായ സിഗ്നേച്ചർ തങ്ങളുടെ സിനിമകളിൽ പതിപ്പിച്ച സംവിധായകരാണ് അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ഭരതൻ, പത്മരാജൻ, KG ജോർജ് തുടങ്ങിയവർ. പിന്നീട് ന്യൂജൻ കാലത്തിലേക്ക് കടന്നാൽ അതിന് അവകാശികളായി 2 സംവിധായകരാണ് ഇപ്പോഴുള്ളത്. ആമേൻ, ജല്ലിക്കെട്ട്, വാലിബൻ, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ലിജോ ജോസ് പെല്ലിശ്ശേരിയും, മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, ജോജി എന്നീ 3 സിനിമകൾ മാത്രം ഇതുവരെ സംവിധാനം ചെയ്ത ദിലീഷ് പോത്തനുമാണ് ആ ഒരു ചലച്ചിത്രകാരന്മാരുടെ ഗണത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. പ്രശസ്ത സംവിധായകനായ ഭരതന്റെ സംവിധാന വൈഭവത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഭരതൻ ടച്ച് എന്ന് വിളിക്കുന്നത് പോലെ ദിലീഷ് പോത്തൻ സിനിമകളുടെ ചലച്ചിത്രാനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെ പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ന് സിനിമാ കമ്പം പരിശോധിക്കുന്നത് വെറും 3 സിനിമകൾ കൊണ്ട് മലയാള ചലച്ചിത്ര ലോകത്ത് അത്ഭുതങ്ങൾ തീർത്ത ദിലീഷ് പോത്തൻ സിനിമകളുടെ പ്രത്യേകതകളെയാണ്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം. ഒരു ജനപ്രിയ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ജനപ്രിയമാകുന്ന ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ചില ഫോർമുലകൾ അതിൻ്റെ ഭാഗമാക്കിയിരിക്കും. ഉദാഹരണമായി സംഘട്ടനങ്ങൾ, മാസ് ഡയലോഗുകൾ, ഐറ്റം ഡാൻസ്, മനോഹരമായ ഗാന ചിത്രീകരണങ്ങൾ, നാടകീയത കലർന്ന രംഗങ്ങൾ, വൈകാരിക സംഘർഷങ്ങൾ, കഥയുടെ പുരോഗതിക്കിടെയുണ്ടാവുന്ന ട്വിസ്റ്റുകൾ, ഇവയെല്ലാം ഒരു സിനിമ ജനപ്രിയമാക്കുന്നതിന് ചലച്ചിത്രകാരന്മാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഫോർമുലകളാണ്. എന്നാൽ അങ്ങനെയുള്ള ഫോർമുലകളെ പാടെ നിരാകരിച്ചുകൊണ്ട് G അരവിന്ദനെയും അടൂർ ഗോപാലകൃഷ്ണനെയും പോലെയുള്ള ചലച്ചിത്രകാരന്മാർ സിനിമ നിർമ്മിച്ചപ്പോൾ അത് മലയാള സിനിമയിലെ ആർട്ട് ഓഫ് സിനിമ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായി. മികച്ച സിനിമകളായിരുന്നെങ്കിലും ജനപ്രിയ ഘടകങ്ങളെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് ഗൗരവപൂർണമായ സിനിമകൾ നിർമ്മിച്ചപ്പോൾ ആ സിനിമകൾ ജനങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടു. എന്നാൽ പിന്നീട് വന്ന മധ്യവർത്തി സിനിമകൾ ജനപ്രിയ ഫോർമുലകളെ പാടെ നിരാകരിക്കാതെ അവയെ ഒരു റിയലിസ്റ്റിക് തലത്തിൽ തങ്ങളുടെ സിനിമകളിലേക്ക് അവർ ഉൾച്ചേർത്തു. ഭരതനും പത്മരാജനുമെല്ലാം തന്നെ അതുവരെ കൊമേഴ്സ്യൽ സിനിമകളുടെയൊക്കെ ഭാഗമായി വന്ന സെക്സും വയലൻസും എല്ലാം മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ തങ്ങളുടെ സിനിമയിൽ കലാപരമായി സന്നിവേശിപ്പിച്ചപ്പോൾ അത്തരം സിനിമകൾ ജനങ്ങളെ ആകർഷിക്കുന്നതിനും കാരണമായി. എന്നാൽ 3 സിനിമകൾ മാത്രം സംവിധാനം ചെയ്ത ദിലീഷ് പോത്തൻ ഈ 2 ധാരകളെയും ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ ഈ 2 ധാരകളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ദൃശ്യഭാഷ തീർത്തുകൊണ്ടാണ് തൻ്റെ സിനിമകളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. മൈന്യൂട്ട് ഡീറ്റെയിലിംഗിന്റെ സാധ്യതകളാണ് പുതിയ ദൃശ്യഭാഷ ഒരുക്കുന്നതിൽ തൻ്റെ സിനിമകളിൽ അദ്ദേഹം അന്വേഷിച്ചത്. പലപ്പോഴും ഒരു കഥ തുടങ്ങുന്നതിനും കഥ മുന്നോട്ട് കൊണ്ടുപോയി കൃത്യമായി അവസാനിപ്പിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിൽ പല ചലച്ചിത്രകാരന്മാരും മറന്നു പോകുന്നതോ അല്ലെങ്കിൽ പ്രാധാന്യമില്ല എന്ന് കരുതുന്നതോ ഓരോ രംഗത്തിൻ്റെയും സൂക്ഷ്മാംശങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അദ്ദേഹം സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മാംശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ്. സംഭാഷണങ്ങളുടെ കരുത്തോ ശബ്ദത്തിന്റെ സാന്നിധ്യങ്ങളോ അല്ല അദ്ദേഹം തൻ്റെ സിനിമകളിൽ അന്വേഷിക്കുന്നത്. നിശബ്ദതയുടെ സാധ്യതകൾ അന്വേഷിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമയിൽ അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അപ്രസക്തമാവും. മഹേഷിന്റെ പ്രതികാരത്തിലെ ഓപ്പണിംഗ് സീൻ സൂക്ഷ്മാംശങ്ങളെ കൊണ്ട് സ്റ്റോറി ടെല്ലിംഗ് നിർവഹിക്കുന്നതിന് ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്. നായകൻ കുളിക്കടവിൽ കുളിക്കുന്ന ആ രംഗം, സൂക്ഷ്മാംശങ്ങളുടെ വിശദീകരണം ആ സിനിമയുടെ മുന്നോട്ടുള്ള ഒഴുക്കിന് എത്രമാത്രം പ്രാധാന്യമുള്ളതായി തീരുന്നുവെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. മഹേഷിന്റെ ചെരുപ്പ് വിശദമായി വൃത്തിയാക്കുന്ന ആ രംഗം തന്നെ, ആ ചെരുപ്പ് ആ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നു. തന്നെ അകാരണമായി മർദ്ദിച്ചവനെ തിരിച്ചടിച്ച് തോൽപ്പിക്കാതെ താൻ ഇനി ചെരുപ്പ് ധരിക്കില്ല എന്നുള്ള മഹേഷിന്റെ പ്രതിജ്ഞയും പ്രതികാരവുമാണ് ആ സിനിമയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് തന്നെ. മാത്രമല്ല ആ രംഗത്തിലെ
മഹേഷിന്റെ കുളി ചിത്രീകരിക്കുന്നതിലും മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിന് സംവിധായകൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുടംപുളിയും നനച്ച് പിഴിഞ്ഞിട്ട ഇന്നവേറും എടുത്ത് നായകൻ പോകുന്ന ഒരു രംഗമുണ്ട്. എന്നാൽ ഇത് ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ അതിൽ ഇന്നർവെയർ ഇല്ലായിരുന്നു. പിന്നീട് ആ രംഗത്തിന്റെ സ്വാഭാവികത പൂർണ്ണമാക്കുന്നതിന് വേണ്ടി നനച്ച് പിഴിഞ്ഞ ഇന്നർവെയർ കൂടി വെച്ചുകൊണ്ട് റീഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ കഥാപാത്രങ്ങളെയും രംഗങ്ങളെയും കഥയെയും മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലൂടെ പൂർണ്ണ സ്വാഭാവികതയിൽ എത്തിക്കുന്നത് വഴി ഒരു കൾട്ട് ക്ലാസിക് ആക്കി മാറ്റാൻ തൻ്റെ സിനിമകളെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അഴിഞ്ഞ മുടി വാരിക്കെട്ടുമ്പോൾ നായിക ചീപ്പ് കടിച്ചു പിടിക്കുന്നത് മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അതുപോലെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ മോഷണരംഗം, ബസ്സിലുള്ള ആ മോഷണത്തിന് രംഗമൊരുക്കുന്നതിനായി കുറെ ചെറു സൂക്ഷ്മ ദൃശ്യങ്ങൾ അതിൻ്റെ കൂടെ സംവിധായകൻ ചേർക്കുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സും ബസ്സിലെ പ്രണയരംഗവും യാത്രക്കാരിൽ ചിലരുടെ ഉറക്കവും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറുതർക്കവുമെല്ലാം കാണിച്ചതിന് ശേഷമാണ് ബസ്സിലിരുന്ന് ഉറങ്ങുന്ന നായികയുടെ മുഖത്തേക്ക് ക്യാമറ വരുന്നത്. നായികയുടെ കഴുത്തിലുള്ള ചെയിൻ സൂക്ഷ്മതയോടുകൂടി അറുത്തെടുത്ത് പിന്നിലിരിക്കുന്ന ഫഹദ് ഫാസിൽ വലിച്ചെടുക്കുന്നത് അതിലും സൂക്ഷ്മതയോടുകൂടിയാണ് ക്യാമറ ഒപ്പിയെടുക്കുന്നത്. ഇങ്ങനെ സൂക്ഷ്മ രംഗങ്ങളാൽ സന്നിവേശിപ്പിച്ചെടുത്ത ആ മോഷണ രംഗം അതുകൊണ്ട് തന്നെ മികച്ച ഒരു രംഗമായി മാറുകയും ചെയ്തു. ദിലീഷ് പോത്തൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത സംഭാഷണങ്ങൾക്കും ശബ്ദങ്ങൾക്കും അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഇവയ്ക്കൊക്കെ അർഹമായ പ്രാധാന്യം മാത്രമേ അദ്ദേഹം തൻ്റെ സിനിമകളിൽ കൊടുക്കാറുള്ളൂ. ദൃശ്യബിംബങ്ങളിലൂടെയും നിശബ്ദതയിലൂടെയും സിനിമ മുന്നോട്ട് വെക്കുന്ന മൂടും ആശയ സംവേദവും സാധ്യമാക്കുകയാണ് മഹേഷിൻ്റെ പ്രതികാരം മുതലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെയ്തത്. പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാതെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരുമായി സംവദിക്കുന്ന നിശബ്ദ സൂചനകളും സ്വാഭാവിക പ്രതികരണങ്ങളും ദൃശ്യങ്ങളും ഉപയോഗിച്ച് ആശയം പകരാനാണ് അദ്ദേഹം മിക്കപ്പോഴും ശ്രമിക്കാറുള്ളത്. മഹേഷിന്റെ പ്രതികാരത്തിൽ മഹേഷിനെ വഞ്ചിച്ച കാമുകി കല്യാണ വിരുന്ന് കഴിഞ്ഞ് കൈ കഴുകാനായി പൈപ്പിനടുത്തേക്ക് പോകുമ്പോൾ താഴെ നിരത്തിൽ നിൽക്കുന്ന പൂർവ്വകാമുകനായ മഹേഷിനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ആ ഒരു നോട്ടത്തിലൂടെ ഒരു പ്രണയത്തിൻ്റെയും തേപ്പിൻ്റെയും എല്ലാം പൂർണ്ണ ചിത്രം പ്രേക്ഷകനിൽ ആസ്വാദ്യകരമായ രീതിയിൽ എത്തിക്കാൻ സംവിധായകന് അവിടെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സുതാര്യവും ചലനാത്മകവുമായ നിശബ്ദതയാണ് അദ്ദേഹം തൻ്റെ സിനിമയ്ക്കായി ഉപയോഗിച്ചത്. ഇങ്ങനെ നിശബ്ദതയെ സുതാര്യവും ചലനാത്മകവുമാക്കുന്നതിലൂടെ പ്രേക്ഷകർക്ക് അത് കൂടുതൽ ആസ്വാദ്യകരമായി തീരുകയാണ് ചെയ്തത്. എന്നാൽ അരവിന്ദിൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും പോലെയുള്ള മഹാരഥന്മാരുടെ സിനിമകളിൽ നിശബ്ദത എന്നത് അതാര്യവും ഗഹനവുമായപ്പോൾ സാധാരണ പ്രേക്ഷകരെ അതിൻ്റെ ആസ്വാദനത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ദിലീഷ് പോത്തൻ ആർട്ട് ഹൗസ് സിനിമകളിലെ നിശബ്ദതയും സംഭാഷണ നിയന്ത്രണങ്ങളുമെല്ലാം തന്നെ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമാക്കുന്ന ഒരു ദൃശ്യഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് തൻ്റെ സിനിമകളിലൂടെ ചെയ്തത്. അഭിനേതാക്കൾ അറിയാതെ ക്യാമറ എവിടെയോ ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുക. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാതെയുള്ള നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളും ചലനങ്ങളുമെല്ലാം ഒളിപ്പിച്ചു വെച്ച ക്യാമറയാൽ പകർത്തുന്നത് പോലെ പകർത്തിയെടുത്ത് ചേർത്ത് വെച്ച് നിർമ്മിച്ചെടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ എന്നത് ഒരു സാഹിത്യ രൂപമേയല്ല. അത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനും സംവിധായകനുമെല്ലാം തന്നെ മറന്നു പോവാതിരിക്കാനുള്ള കുറിപ്പുകളാണെന്നാണ് അദ്ദേഹം പറയാറ്. ആ നോട്ടിൽ നിന്നാണ് സംവിധായകൻ ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കഥ എന്നത് മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. സിനിമ പുറത്തിറങ്ങുന്നതിൻ്റെ അവസാന നിമിഷം വരെ തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തൻ്റെ സിനിമയിലെ ചെത്തിയെടുത്ത് കൂർപ്പിച്ചെടുക്കുന്ന ഒരു പെൻസിൽ പോലെ മാറ്റാനാണ് താൻ ശ്രമിക്കാറുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തിരക്കഥയിൽ ഒരുപാട് വെട്ടിത്തിരുത്തലും മാറ്റി എഴുതലും ചർച്ച ചെയ്ത് മിനുക്കലും ഷൂട്ടിംഗ് സമയത്ത് മാറ്റം വരുത്തലും എഡിറ്റിംഗ് ടേബിളിൽ മാറ്റം വരുത്തലും ഫസ്റ്റ് പ്രിന്റിന് തൊട്ട് മുമ്പ് വരെ മാറ്റം വരുത്തലുകൾക്കെല്ലാം തിരക്കഥ വിധേയമായിക്കൊണ്ടേയിരിക്കും. സിനിമയെ ഒരു വിഷ്വൽ മീഡിയയായി കാണുന്ന ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം തിരക്കഥയ്ക്കുള്ള പ്രാധാന്യം അത്ര മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ദിലീഷ് പോത്തൻ്റെ സിനിമകൾ കാണുമ്പോൾ അത് ഒരു തിരക്കഥയാൽ തീർത്ത കഥാരൂപത്തിനും അപ്പുറം സൂക്ഷ്മ വിശദാംശങ്ങളാൽ കോർത്തിണക്കിയ ഒരു ദൃശ്യാത്ഭുതമായി നമുക്ക് അനുഭവപ്പെടുന്നു. തൻ്റെ നല്ലൊരു സമയവും അഭിനയത്തിനായി അദ്ദേഹം സമയം കണ്ടെത്തുന്നതിനിടയിലും എണ്ണത്തിൽ കുറവെങ്കിലും അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമകൾക്കായി പ്രേക്ഷക ലോകം വളരെ താല്പര്യത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്.
കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മറ്റൊരു സിനിമകളിലും കാണാത്ത ചില ബ്രില്യൻസ് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ആ പോത്തേട്ടൻസ് ബ്രില്യൻസ് കാണാനായി പ്രേക്ഷകർ എന്നും അക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടാവും. 70ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിലെ നടന് അത് കഴിഞ്ഞിട്ടില്ലെങ്കിലും.